ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ ആയി നമ്മളെ സെക്കൻഡ് വ്ളോഗ് വരാനായിട്ട്. എന്നാലും സീനില്ല, നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് നാട്ടിൽ പോണ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം നാട്ടിലെത്തി നമ്മൾ വീടെത്തുന്ന വരെയുള്ള വ്ളോഗാണ്. കട അടച്ച് ഇന്ന് ഇവിടുന്ന് രാത്രി 1 മണിക്കാണ് ട്രെയിൻ. അപ്പം അമ്മയും അനിയത്തിയും പിന്നെ നമ്മളെ ബണ്ടു ഞാനും ഉണ്ട്. നമ്മൾ നാട്ടിൽ പോയിട്ട് പൊളിക്കാൻ പോകണത് നിങ്ങൾ വാച്ച് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോഴേ വെച്ചോ. ബെല്ലൈക്കണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓൺ സ്പോട്ടിൽ കാണാം ഗൈസ്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പൊ ഇനി നല്ല നല്ല വ്ളോഗ്സ് ഉടനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഒരു അതിഥി നമ്മളെ കാത്തു ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് നിനക്ക് രണ്ടു വാക്ക് പറയാനുണ്ടോ ഗൈസ്? അവനൊന്നും പറയാനില്ലെന്നാണ്. നമ്മുടെ കുട്ടനാണ്, നമ്മുടെ കടയൊക്കെ നോക്കുന്ന ആളാണ് നമ്മുടെ പയ്യൻ ഇവിടെ. അപ്പോൾ അമ്മേനെയൊക്കെ ആക്കി ഇനിയിപ്പോൾ ഞാനും പണ്ടും കൂടെ പോവുകയാണെങ്കിൽ സ്കൂട്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോണത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഗൈസ്. അപ്പോൾ വണ്ടി നമ്മൾ ഈ മൂലയ്ക്ക് വെച്ച്, ഇതാണ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ, കണകൊണ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ അമ്മേനെ അനിയത്തിയും കാണിച്ചു തരാം. പറയൂ താങ്കൾ പേരെന്താണ്? ഇതാണ് നമ്മളമ്മ. ഹലോ ഗൈസ്. അത്രേ ഉള്ളു ഗൈസ്. ഇതാണ് നമ്മുടെ ബാഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഏകദേശം അമ്മയൊക്കെ 1 വർഷമായിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഗൈസ്. അങ്ങനെ കാത്തിരിപ്പിന്റെ ഒടുവിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത കുഴപ്പമെന്ന് വെച്ചാൽ അമ്മയുടെ അവളെ സീറ്റ് S1-ലും എൻ്റെയും അവൻ്റെയും സീറ്റ് S7-ഉം S8-ഉം ആണ്. അപ്പോൾ അവരെ നമ്മൾ അവിടെ ആക്കിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ നമ്മളെ ബോഗി അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് നടന്ന ഒരു 3-4 ബോഗി കയറി ഇറങ്ങി നടന്നാലേ നമ്മളെ ബോഗി എത്തുള്ളൂ. അപ്പോൾ S7 എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. S8 പോകണമെങ്കിൽ ഇനി ട്രെയിൻ നിർത്തിയാലേ പറ്റുള്ളൂ. ഇവിടെ കിച്ചൺ ആയതുകൊണ്ട് ലോക്ക് ചെയ്ത് തരും. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഇനി കാർവാറാണ്. അങ്ങനെ കാർവാറത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഞാനിവിടെ S7 കിടന്നുറങ്ങും. അവനിപ്പോൾ കാർവാർ എത്തുമ്പോൾ ഇറങ്ങിയിട്ട് S8-ലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഗൈസ്, അപ്പം ഇനി മോർണിംഗ് കാണാം ഗൈസ്. അങ്ങനെ ഒരു ആവശ്യമില്ല, രാവിലെ 6:30 തന്നെ എന്തിനു എണീറ്റെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ബണ്ടു ഇപ്പോൾ ഇപ്പുറത്തോട്ട് വരും ഗൈസ്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കാഴ്ചയെ കണ്ടു നിന്ന് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ അവൻ എണീറ്റ് അമ്മയടുത്തോട്ട് പോയി. ഞാൻ പിന്നെ അവിടെ തന്നെ ഇരുന്ന് കുറെ നേരമൊക്കെ ഉറങ്ങി. പിന്നെ അമ്മ വിളിച്ച് അങ്ങോട്ട് ചെല്ലാനായിട്ട്. ഞാൻ ഒന്നും കഴിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ അമ്മ ഒരു ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചു വെച്ച്. അപ്പം ഞാൻ പണ്ട് ഇവിടെ നോക്കിയപ്പോഴാണ് ആ ഒരു കാര്യം നമ്മൾ കണ്ടത്. കണ്ട വെട്ടിയിട്ട വാഴത്തോണ്ടല്ല മോളിൽ കിടന്ന് ഉറങ്ങുന്ന പയ്യൻ. നല്ല സൂപ്പർ ഉറങ്ങും, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ ഇനി 7 മണിക്കൂറുകൊണ്ട് നമുക്ക് വർക്കല എത്തണമെങ്കിൽ. അപ്പോൾ പിന്നെ ഉറങ്ങി സമയം കളഞ്ഞ അങ്ങനെ എങ്ങനെയൊക്കെയോ ഇപ്പോൾ കൊല്ലം വരെ എത്തി. ഇനി അടുത്ത സ്റ്റേഷനാണ് നമ്മളെ വർക്കല. ഹലോ ഗൈസ്, നമ്മൾ വർക്കല എത്തി ഗൈസ്. നമ്മുടെ നാട്ടിലേക്ക് എത്തി ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ 17 മണിക്കൂറുകൾക്ക് ശേഷം ഗോവയിൽ നമ്മൾ വർക്കലയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഹോം ടൗൺ ഗൈസ്. നടന്നു വരുന്നതാണ് നമ്മുടെ നൻപന്മാർ കേശു, ചക്കര, കിരൺ. ഗൈസ്, അങ്ങനെ അവിടെ നിന്ന് ഇനിയിപ്പോൾ അമ്മേനെയും അവരെയൊക്കെ നമ്മൾ ഓട്ടോ വിളിച്ച് കയറ്റി വിട്ടിട്ട് ഞാൻ ഇവന്മാരോടെ ഒരു ചായ കുടിക്കണം, ക്ഷീണം മാറ്റാനാണ്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. കേശു, ഇതാണ് നമ്മളെ കേശു. എൻ്റെ പേരെന്തിനാണ്? ചക്കര, വട്ടപ്പേര് പറയണ ഗൈസ്. ഇതാണ് നമ്മളെ കഥാനായകൻ കിരൺ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വടശ്ശേരിക്കോണത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്.
അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ നേരെ ഇനി വീട്ടിലോട്ട് വരികയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളാരും തന്നെ ഇപ്പൊ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് വീടപ്പം അടച്ചിട്ടൊക്കെയായിരുന്നു. അച്ഛൻ മാത്രം വല്ലപ്പോഴൊക്കെ വരും. അപ്പം ഫുൾ അലുമ്പായിട്ട് അടക്കുകയാണ്. ഫുൾ അലുമ്പെന്ന് വെച്ചാൽ എല്ലാ റൂമും അമ്മ ഇനി വൃത്തിയാക്കി എടുക്കണം. എന്തായാലും ഇനി ഒരാഴ്ച നമ്മളിവിടെ കാണും. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇനി അടുത്തടുത്ത വ്ളോഗ്സ് ഉടനെ വരുന്നതായിരിക്കും ഗായ്സ്. അപ്പം ഓക്കെ, ബൈ ബൈ.